ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും PSC മന്ത്രത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ജൂൺ മാസത്തിലെ ബുള്ളറ്റിലെ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവൽ നോക്കാം. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായ ചിത്രം ഓൾ വി ഇമാജിനസ് ലൈറ്റ്. സംവിധാനം പായൽ കപാഡിയ. മേളയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പുരസ്കാരമാണ് ഗ്രാൻഡ് പ്രീ പുരസ്കാരം. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായ ചിത്രമാണ് ഓൾ വി ഇമാജിനസ് ലൈറ്റ്. സംവിധാനം പായൽ കപാഡിയയാണ്. 30 വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മലയാളി നടിമാരാണ് കനി കുസൃതിയും ദിവ്യപ്രഭയും. ഷാജി എൻ കരുണിൻ്റെ സ്വമാണ് നേരത്തെ മത്സരിച്ചിട്ടുള്ളത്. പായൽ കപാഡിയ ഈ അഭിമാനകരമായ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ്. കാൻ ചലച്ചിത്രോത്സവത്തിൽ പിയർ ആഞ്ചനോ എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രഫി ബഹുമതി നേടിയ ഛായാഗ്രാഹകൻ സന്തോഷ് ശിവൻ. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യക്കാരനാണ് സന്തോഷ് ശിവൻ. കാൻ ചലച്ചിത്രോത്സവത്തിൽ പിയർ ആഞ്ചനോ എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രഫി ബഹുമതി നേടിയ ഛായാഗ്രാഹകനാണ് സന്തോഷ് ശിവൻ. അൺസർട്ടൺ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നടി അനസൂയ സെൻഗുപ്ത. ചിത്രം ദി ഷെയിംലെസ്. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് അനസൂയ സെൻഗുപ്ത. അൺസർട്ടൺ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നടിയാണ് അനസൂയ സെൻഗുപ്ത. 2024 കാൻ ചലച്ചിത്രമേളയിൽ മത്സരിച്ച മലയാള ഹ്രസ്വ ചിത്രം കൈമറ. സംവിധാനം ഐശ്വര്യ തങ്കച്ചൻ. കാൻ ചലച്ചിത്രമേളയിൽ മത്സരിച്ച മലയാള ഹ്രസ്വ ചിത്രമാണ് കൈമറ. ഇനി PSC ബുള്ളറ്റിൽ ഇല്ലാത്ത 2-3 അഡീഷണൽ പോയിന്റ്സ് നോക്കാം. മികച്ച ചിത്രത്തിനുള്ള പാംഡിയർ പുരസ്കാരം നേടിയത് അനോറ. സംവിധാനം സീൻ ബേക്കർ. മികച്ച നടൻ ജെസി പ്ലെമൻസ്. ചിത്രം കൈൻഡ്സ് ഓഫ് കൈൻഡ്നസ്. മികച്ച ചിത്രം അനോറ. സംവിധാനം സീൻ ബേക്കർ. മികച്ച നടൻ ജെസി പ്ലെമൻസ് ആണ്. ചിത്രം കൈൻഡ്സ് ഓഫ് കൈൻഡ്നസ്. മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് 4 പേർക്കാണ്. സെലീന ഗോമസ്, കാർല സോഫിയ ഗാസ്കോൺ, സോയി സാൽഡാന, ആഡ്രിയാന പാസ്. എമിലിയ പെരസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ഈ 4 നടിമാർക്കും പുരസ്കാരം ലഭിച്ചത്. സെലീന ഗോമസ്, കാർല സോഫിയ ഗാസ്കോൺ, സോയി സാൽഡാന, ആഡ്രിയാന പാസ്. എമിലിയ പെരസ് എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ ജാക്വസ് ഓഡോഡാണ്. മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മിഗ്വൽ ഗോമസ്. ചിത്രം ഗ്രാൻഡ് ടൂർ. മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് മിഗ്വൽ ഗോമസിനാണ്. ചിത്രം ഗ്രാൻഡ് ടൂർ. മികച്ച തിരക്കഥ ദി സബ്സ്റ്റൻസ്. ഉണ്മ സാംസ്കാരിക പ്രസ്ഥാനത്തിൻ്റെ ഉണ്മ അക്ഷരദക്ഷിണ പുരസ്കാരം നേടിയ എഴുത്തുകാരി ബി ഇന്ദിര. ഉണ്മ സാംസ്കാരിക പ്രസ്ഥാനത്തിൻ്റെ ഉണ്മ അക്ഷരദക്ഷിണ പുരസ്കാരം നേടിയ എഴുത്തുകാരിയാണ് ബി ഇന്ദിര. മണപ്പുറം സമീക്ഷയുടെ രാമു കാര്യാട്ട് അവാർഡ് നേടിയ കഥാകാരൻ എം മുകുന്ദൻ. മണപ്പുറം സമീക്ഷയുടെ രാമു കാര്യാട്ട് അവാർഡ് നേടിയ കഥാകാരനാണ് എം മുകുന്ദൻ. ഐക്യരാഷ്ട്രസഭയുടെ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം ലഭിച്ചതാർക്ക്? മേജർ രാധിക സെന്നിന്. ഐക്യരാഷ്ട്രസഭയുടെ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം ലഭിച്ചത് മേജർ രാധിക സെന്നിനാണ്. കേരള സർവകലാശാല അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പിലെ ഗവേഷണ സംഘം 212 ഇനം സമുദ്രജീവികളെ കണ്ടെത്തി. കേരള സർവകലാശാല അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പിലെ ഗവേഷണ സംഘം 212 ഇനം സമുദ്രജീവികളെയാണ് കണ്ടെത്തിയത്. ദേശീയ പ്രതിരോധ അക്കാദമി കമാൻഡന്റായി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ ഗുർചരൺ സിംഗ്. ദേശീയ പ്രതിരോധ അക്കാദമി കമാൻഡന്റായി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ ഗുർചരൺ സിംഗ് ആണ്. 2024 പുരുഷ IPL കിരീട ജേതാക്കൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഫൈനൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചാണ് കിരീടം നേടിയത്. 2024 പുരുഷ IPL കിരീട ജേതാക്കളാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയത് ജെന്നി എർപ്പൻ ബെക്ക്. കൃതി കെയ്റോസ്. ജർമ്മൻ എഴുത്തുകാരിയാണ് ജെന്നി എർപ്പൻ ബെക്ക്. കെയ്റോസ് എന്ന നോവലിനാണ് 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിച്ചത്. ഈ നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മിഖായൽ ഹോഫ്മാനാണ്. കെയ്റോസ് എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മിഖായൽ ഹോഫ്മാൻ ആണ്.
ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീട ജേതാക്കൾ മാഞ്ചസ്റ്റർ സിറ്റി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീട ജേതാക്കളാണ് മാഞ്ചസ്റ്റർ സിറ്റി. IPL 8000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരം വിരാട് കോഹ്ലി. IPL 8000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമാണ് വിരാട് കോഹ്ലി. അടുത്തിടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നതായി പ്രഖ്യാപിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരം സുനിൽ ഛേത്രി. ദേശീയ ടീമിനായി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചതും ഗോളടിച്ചതും സുനിൽ ഛേത്രിയാണ്. അടുത്തിടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നതായി പ്രഖ്യാപിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് സുനിൽ ഛേത്രി. തായ്ലൻഡ് ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യമാണ്. തായ്ലൻഡ് ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് സാത്വിക് സായിരാജ് രംഗി റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയുമാണ്. ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരി ഗോപീചന്ദ് തോട്ടക്കുറ. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ പൗരനും ഇദ്ദേഹമാണ്. ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരിയാണ് ഗോപീചന്ദ് തോട്ടക്കുറ. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി കാമ്യ കാർത്തികേയൻ. എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയും കാമ്യയാണ്. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേയൻ. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2024 വനിതകളുടെ 400 മീറ്റർ T20 വിഭാഗത്തിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ പാരാ അത്ലറ്റ് ദീപ്തി ജീവൻജി. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2024 വനിതകളുടെ 400 മീറ്റർ T20 വിഭാഗത്തിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ പാരാ അത്ലറ്റാണ് ദീപ്തി ജീവൻജി. വനിതാ സിംഗിൾസിൽ 452 ജയങ്ങൾ കുറിക്കുന്ന ആദ്യ ഇന്ത്യക്കാരി PV സിന്ധു. ബാഡ്മിൻ്റൺ താരമായ PV സിന്ധുവാണ് വനിതാ സിംഗിൾസിൽ 452 വിജയങ്ങൾ കുറിക്കുന്ന ആദ്യ ഇന്ത്യക്കാരി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 72 അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പുതിയ മുഖ്യമന്ത്രിമാർ. ഒഡീഷയുടെ മുഖ്യമന്ത്രിയെ ചുമതലയേറ്റത് മോഹൻ ചരൺ മാജി. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയെ ചുമതലയേറ്റത് ചന്ദ്രബാബു നായിഡു. മോഹൻ ചരൺ മാജി ഒഡീഷ മുഖ്യമന്ത്രിയാണ്. ചന്ദ്രബാബു നായിഡുവാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി. കരസേനാ മേധാവിയായി നിയമിതനായത് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. കരസേനാ മേധാവിയായി നിയമിതനായത് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. അടുത്തിടെ രാജ്യാന്തര ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ദിനേഷ് കാർത്തിക്. അടുത്തിടെ രാജ്യാന്തര ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് ദിനേഷ് കാർത്തിക്. 2024 മെയ് 29 DRDO വിജയകരമായി പരീക്ഷിച്ച വായുവിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈൽ രുദ്ര M2 ഒറീസ തീരത്തു നിന്നാണ് വിജയകരമായി വിക്ഷേപിച്ചത്. 2024 മെയ് 29 DRDO വിജയകരമായി പരീക്ഷിച്ച വായുവിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈലാണ് രുദ്ര M2. സ്കൂൾ കുട്ടികൾ ലഹരി ഉപയോഗം തടയുന്നതിനായി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി നേർവഴി. സ്കൂൾ കുട്ടികൾ ലഹരി ഉപയോഗം തടയുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നേർവഴി. പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ അയർലൻഡ്, നോർവേ, സ്പെയിൻ. പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങളാണ് അയർലൻഡ്, നോർവേ, സ്പെയിൻ. കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറി ഡോക്ടർ N കൃഷ്ണകുമാർ. കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറിയെ ചുമതലയേറ്റത് ഡോക്ടർ N കൃഷ്ണകുമാർ. കുവൈറ്റിൻ്റെ പുതിയ കിരീടാവകാശി ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് അൽ സബാഹ്. കുവൈറ്റിൻ്റെ പുതിയ കിരീടാവകാശിയാണ് ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് അൽ സബാഹ്. അടുത്തിടെ വിരമിച്ച UN-ലെ ഇന്ത്യൻ പ്രതിനിധിയായിരുന്ന ആദ്യ വനിത രുചിര കാംബോജ്. അടുത്തിടെ വിരമിച്ച UN-ലെ ഇന്ത്യൻ പ്രതിനിധിയായിരുന്ന ആദ്യ വനിതയാണ് രുചിര കാംബോജ്. മികച്ച സംവിധായകനുള്ള സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ ഫിലിം ഗോൾഡൻ ആർ പുരസ്കാരം നേടിയ സംവിധായകൻ ഷമീർ ഭരതന്നൂർ. മികച്ച സംവിധായകനുള്ള സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ ഫിലിം ഗോൾഡൻ ആർ പുരസ്കാരം നേടിയ സംവിധായകനാണ് ഷമീർ ഭരതന്നൂർ. 2024 സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത്ത് റേ പുരസ്കാരത്തിന് അർഹയായ നടി ഷീല. 2024 സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത്ത് റേ പുരസ്കാരത്തിന് അർഹയായ നടിയാണ് ഷീല. ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് വീണ്ടും ബഹിരാകാശത്തെത്തി.
നാസയുടെ ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിലാണ് സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് കുതിച്ചത്. സുനിത വില്യംസിൻ്റെ മൂന്നാമത്തെ ബഹിരാകാശ യാത്രയാണിത്. നാസയുടെ ബോയിങ് സ്റ്റാർലൈനർ എന്ന പേടകത്തിലാണ് സുനിത വില്യംസ് ബഹിരാകാശത്തെത്തിയത്. സ്വതന്ത്ര മെക്സിക്കോയുടെ 200-ലേറെ വർഷത്തെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്ലോഡിയ ഷെയ്ൻബോം. സ്വതന്ത്ര മെക്സിക്കോയുടെ 200-ലേറെ വർഷത്തെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്ലോഡിയ ഷെയ്ൻബോം. ടൊറോണ്ടോയിലെ ഉന്നത നീതിന്യായ കോടതിയിൽ നിയമിതയായ പ്രമുഖ നിയമ പണ്ഡിത കാരിസ്മ മാത്തൻ. ടൊറോണ്ടോയിലെ ഉന്നത നീതിന്യായ കോടതിയിൽ നിയമിതയായ പ്രമുഖ നിയമ പണ്ഡിതയാണ് കാരിസ്മ മാത്തൻ. സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച 2023 സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം സൗപർണിക അവതരിപ്പിച്ച മണികർണികയാണ്. മികച്ച നാടകത്തിന് 50,000 രൂപയാണ് പുരസ്കാരമായി ലഭിക്കുന്നത്. 2023 സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം സൗപർണിക അവതരിപ്പിച്ച മണികർണികയാണ്. ചന്ദ്രനിൽ ബഹിരാകാശ യാത്രികരെ ഇറക്കാനും സാമ്പിളുകൾ ശേഖരിക്കുന്നതിനുമായി ചൈന തയ്യാറാക്കുന്ന ചാന്ദ്ര ദൗത്യം ചാങ്യി 6. ദൗത്യം വിജയിച്ചാൽ ചന്ദ്രന്റെ മറുപുറത്തു നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലെത്തുന്ന ആദ്യ രാജ്യമാകും ചൈന. ചന്ദ്രനിൽ ബഹിരാകാശ യാത്രികരെ ഇറക്കാനും സാമ്പിളുകൾ ശേഖരിക്കുന്നതിനുമായി ചൈന തയ്യാറാക്കുന്ന ചാന്ദ്ര ദൗത്യമാണ് ചാങ്യി 6. 2024 വിക്ഷേപിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റ് അഗ്നിബാൺ നിർമ്മിച്ചത് അഗ്നികുൽ കോസ്മോസ് ആണ്. 2024 വിക്ഷേപിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റാണ് അഗ്നിബാൺ. ഇത് നിർമ്മിച്ചത് അഗ്നികുൽ കോസ്മോസ് ആണ്. 2024 പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? അടൂർ ഗോപാലകൃഷ്ണന്. 2024 പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അടൂർ ഗോപാലകൃഷ്ണനാണ്. അടുത്തിടെ 4ാം പരീക്ഷണം വിജയകരമായി നടത്തിയ സ്പേസ് എക്സിൻ്റെ റോക്കറ്റ് സ്റ്റാർഷിപ്പ്. അടുത്തിടെ 4ാം പരീക്ഷണം വിജയകരമായി നടത്തിയ സ്പേസ് എക്സിൻ്റെ റോക്കറ്റാണ് സ്റ്റാർഷിപ്പ്. 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്. സ്പാനിഷ് താരം കാർലോസ് അൽക്കാരസ് ആണ് 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീട ജേതാവ്. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ഇഗ സ്വിയടെക്. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ഇഗ സ്വിയടെക് ആണ്. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ ഡബിൾസ് ഫൈനൽ കിരീടം നേടിയത് അമേരിക്കയുടെ കൊക്കോ ഗൗഫും ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ കാതർന സിനിയാക്കോവയുമാണ്. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ ഡബിൾസ് ഫൈനൽ കിരീടം നേടിയത് കൊക്കോ ഗൗഫും കാതർന സിനിയാക്കോവയുമാണ്. പക്ഷിപ്പനിയുടെ വകഭേദമായ H5N2 കാരണമായുള്ള ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം മെക്സിക്കോ. പക്ഷിപ്പനിയുടെ വകഭേദമായ H5N2 കാരണമായുള്ള ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് മെക്സിക്കോ. ഇനി സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ നോക്കാം. മൃദംഗവാദന രംഗത്തെ ആചാര്യൻ പ്രൊഫസർ പാറശാല രവി, നാടക സംവിധായകൻ TM എബ്രഹാം, മോഹിനിയാട്ടം കലാകാരി കലാവിജയൻ എന്നിവർക്ക് 50,000 രൂപയുടെ ഫെലോഷിപ്പ് സമ്മാനിക്കും. 30,000 രൂപയുടേതാണ് മറ്റ് പുരസ്കാരങ്ങൾ. 17 പേർ കലാപ്രതിഭാ പുരസ്കാരത്തിനും 22 പേർ ഗുരുപൂജ പുരസ്കാരത്തിനും അർഹരായി. കലാപ്രതിഭാ പുരസ്കാരം ലഭിച്ചത് 17 പേർക്കാണ്. ഗുരുപൂജ പുരസ്കാരം ലഭിച്ചത് 22 പേർക്കാണ്. ഇനി കലാപ്രതിഭാ പുരസ്കാരം നേടിയവരും അവർക്ക് ഏത് മേഖലയിലാണ് ലഭിച്ചതെന്നും നോക്കാം. ശരത് ശാസ്ത്രീയ സംഗീതം, N സമ്പത്ത് വയലിൻ, തിരുവല്ല രാധാകൃഷ്ണൻ ചെണ്ട, പാഞ്ഞാൾ വേലുക്കുട്ടി ഇലത്താളം, പന്തളം ബാലൻ ലളിത സംഗീതം ആലാപനം, നിസ അസീസി ഗായിക, ശശി നീലേശ്വരം, ബാബു ആലുവ, പയ്യന്നൂർ മുരളി, രത്നാകരൻ കോഴിക്കോട് എന്നിവർ നാടകരംഗവുമായി ബന്ധപ്പെട്ടവരാണ്. കോട്ടയം രമേശ് നടൻ, തൃശൂർ കൃഷ്ണകുമാർ ഇടയ്ക്ക, കരിവള്ളൂർ രത്നകുമാർ ഓട്ടൻതുള്ളൽ, കലാമണ്ഡലം കൃഷ്ണകുമാർ കഥകളി വേഷം, സിത്താര ബാലകൃഷ്ണൻ മോഹിനിയാട്ടം, ഡോക്ടർ സുമിത നായർ ഭരതനാട്യം, കൈത്താരം വിനോദ് കുമാർ കഥാപ്രസംഗം. 22 പേരാണ് ഗുരുപൂജ പുരസ്കാരം നേടിയത്. പ്രൊഫസർ തൃക്കാരിയൂർ രാജലക്ഷ്മി ശാസ്ത്രീയ സംഗീതം, ഓച്ചിറ ഭാസ്കരൻ തബിൽ, പരത്തുള്ളി രവീന്ദ്രൻ ഗാനരചന, കണ്ണൂർ ബാലകൃഷ്ണൻ നൃത്തം, മരുത്തൂർവട്ടം ബാബു നാഗസ്വരം,
കൊല്ലം സിറാജ് മിമിക്രി, MM സൈനുദ്ദീൻ ഗിറ്റാർ, ശശിധരൻ കോട്ടയ്ക്കൽ കഥകളി, കേശവൻ കുണ്ടലായർ കഥകളി വേഷം, പ്രതാപ് സിംഗ് സംഗീത സംവിധായകൻ, N ശ്രീകാന്ത് ഗായകൻ, ഞെക്കാട് ശശി കഥാപ്രസംഗം, അഭയൻ കലവൂർ, പയ്യന്നൂർ ഉണ്ണികൃഷ്ണൻ, ഭരതന്നൂർ ശാന്ത, പൗർണമി ശങ്കർ, അമ്മിണി വി ചന്ദ്രാലയം, പറവൂർ അംബുജാക്ഷൻ, യവനിക ഗോപാലകൃഷ്ണൻ എന്നിവർ നാടകരംഗവുമായി ബന്ധപ്പെട്ടതാണ്. അഞ്ചൽ ശിവാനന്ദൻ കേരള നടനം, ഹംസ വളാഞ്ചേരി ഹാർമോണിയം, വക്കം ബോബൻ നൃത്തനാടകം. ഇനി കഴിഞ്ഞ മാസം അന്തരിച്ച പ്രശസ്ത വ്യക്തികളെ നോക്കാം. വിഖ്യാത സരോദ് വാദകൻ പണ്ഡിറ്റ് രാജീവ് താരാനാഥ് വിടവാങ്ങി. ജി അരവിന്ദന്റെ കാഞ്ചനസീത, ഒരിടത്ത്, പോക്കുവെയിൽ, MGയുടെ കടവ് തുടങ്ങിയ ലോകശ്രദ്ധ നേടിയ മലയാള ചിത്രങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിയത് പണ്ഡിറ്റ് താരാനാഥാണ്. വിഖ്യാത സരോദ് വാദകനാണ് പണ്ഡിറ്റ് രാജീവ് താരാനാഥ്. രാജ്യത്തെ വന്യജീവി സംരക്ഷണ രംഗത്ത് അമൂല്യ സംഭാവന നൽകിയ പ്രമുഖ വന്യജീവി ശാസ്ത്രജ്ഞൻ അസീർ ജവഹർ തോമസ് ജോൺ അന്തരിച്ചു. പ്രമുഖ വന്യജീവി ശാസ്ത്രജ്ഞനാണ് അസീർ ജവഹർ തോമസ് ജോൺ സിംഗ്. തെക്കുകിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മലാവിയുടെ വൈസ് പ്രസിഡന്റ് സൗലോസ് ക്ലോസ് ചിലിമയും പത്നിയും വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. റാമോജി ഫിലിം സിറ്റിയുടെ സ്ഥാപകനായ റാമോജി റാവു അന്തരിച്ചു. ഭൂമിയുടെ ഉദയം ക്യാമറയിൽ പകർത്തിയ US ബഹിരാകാശ ശാസ്ത്രജ്ഞൻ വില്യം ആൻഡേഴ്സ് അന്തരിച്ചു. ഭൂമിയുടെ ഉദയം ക്യാമറയിൽ പകർത്തിയ US ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് വില്യം ആൻഡേഴ്സ്. അടുത്തിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി. അടുത്തിടെ അന്തരിച്ച ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി രഘുനന്ദൻ ശ്രീനിവാസ് കാമത്ത്. മിമിക്രി കലാകാരനും സിനിമാ സീരിയൽ നടനുമായ പയ്യപ്പാടി കല്ലുവേലി പറമ്പിൽ കോട്ടയം സോമരാജ് അന്തരിച്ചു. ഇത്രയുമാണ് ജൂൺ മാസത്തിലെ PSC ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സിലെ ചോദ്യങ്ങൾ. താങ്ക് യു.